ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബിയും യൂനുസ് നബിയൊക്കെ ബന്ധപ്പെട്ട് നിന്ന ദിവസ മുഹറം 10. ചൊല്ലിക്കോളൂ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്ത് കടക്കണം. കടലിന്റെ ഭീകരമായ അന്തരീക്ഷങ്ങളെ മഹാനവറുകൾ അതിജയിക്കണം ദിക്റ് ചൊല്ലി. അത് മുഹറം 10 ഒറ്റ ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മുഹറം 10 തന്നെ ആ കയറിയതും ഇറങ്ങിയതും. അപ്പൊ അതൊരു ഭൗതിക ആവശ്യം നടക്കാൻ ഈ ദിക്റ് ചൊല്ലി. കടല് പിളരണം, രണ്ട് അരികിലേക്ക് ഇങ്ങനെ മാറി നിൽക്കണം. അപ്പോഴുണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അറ്റം കാണില്ല. വെള്ളം ഇങ്ങനെ കല്ല് പോലെ ഒരു വഴി തീർത്തിങ്ങനെ വകഞ്ഞു മാറ്റി വെച്ച പോലെ മൂസ നബി അലൈഹിസ്സലാമിന് നടന്നു പോകാൻ അലാസ്റ്റിക് വലിച്ച പോലെ മുന്നോട്ട് വഴി കുറഞ്ഞു. പിന്നീന്ന് വന്നവർക്കൊക്കെ വഴി ദീർഘം. 6 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും ഫറോവയും പിന്നാലെ കൂടി മൂസാ നബിയുടെ മുന്നിലെ വഴി ചുരുങ്ങി ചുരുങ്ങി ഫറോവയുടെ പിന്നിലേക്ക് അത് കൂടിക്കൂടി. നടക്കുന്തോറും എത്തുന്നില്ല. മൂസാ നബി നടക്കുന്തോറും വേഗം കടലങ്ങ് കടക്കുന്നത്. ഇങ്ങനെ ഒരു അത്ഭുതം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അതൊരു മുഹറം 10 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് 10 കൂടെ തീർന്നില്ല. 10 ശേഷം 16 17 ഒക്കെ ശ്രേഷ്ഠത കാണുന്നുണ്ട്. വെറുതെ ആ ഒരു ദിവസത്തെ അങ്ങനെ കളഞ്ഞു പോവല്ലേ. ആ ദിവസത്തിൽ അമൽ ചെയ്യണം, നോമ്പെടുക്കണം. മുഹറം 10 ഒരു 2 കിലോ ഇറച്ചി വാങ്ങി നല്ലൊരു നോമ്പ് തുറ നടത്തണം. കുട്ടികളെ സന്തോഷിപ്പിക്കണം. അന്ന് വീട്ടിൽ ദേഷ്യപ്പെടരുത്, അന്ന് വഴക്കിടരുത്, അന്ന് തർക്കുത്തരം പറയരുത്. അതൊരു നല്ല ദിവസം. അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിനോട് വിശാലത കാണിക്കണം എന്നാ പറഞ്ഞത്. കുടുംബത്തോട് സ്നേഹം കാണിക്കണം എന്നാ പറഞ്ഞത്. അന്നത്തെ പകല് നോമ്പുള്ളവരല്ലേ. നോമ്പ് എന്നതൊരു സന്തോഷ. നോമ്പൊരു സന്തോഷ. മദീനയിൽ ചെന്നപ്പോ ജൂതന്മാര് മുഴുവനും മുഹറം 10 നോമ്പെടുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാ നിങ്ങൾ മുഹറം 10 നോമ്പെടുത്തത്? അവര് പറഞ്ഞു, ഫറോവയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് മൂസ നബി അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 ഞങ്ങളെങ്ങനെയാ സന്തോഷിക്കാതിരിക്കാം? ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുഹറം 9 കൂടി നോമ്പെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 കൂടി നോമ്പെടുക്കുമെന്ന് പറഞ്ഞത് ജൂത സഹോദരന്മാരോട് ആരാധനയിൽ ഒരു വ്യത്യസ്തതയും ഒരു വൈരുദ്ധ്യതയും അവതരിപ്പിക്കലാണ്. അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ കൃത്യമായി തന്നെ പറഞ്ഞു, മുഹറം 9, 10, 11 9 എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉദ്ദേശം ഇതായതുകൊണ്ട് അതേ ഉദ്ദേശം 11 സാധ്യമാണ്. മുഹറം മാസത്തിൽ മൊത്തവും നോമ്പെടുക്കാവുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ 4 മാസങ്ങളിലും നോമ്പെടുക്കാൻ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. പ്രത്യേകിച്ച് മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം, മുഹറമിന്റെ 10ാമത്തെ ദിവസം പ്രത്യേകിച്ച് മുഹറം 10 മാത്രമേ ഒരാൾ നോമ്പെടുക്കുന്നുള്ളൂ. എന്നാലും കറാഹത്ത് ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഒരെണ്ണം ഒറ്റക്ക് ചെയ്ത കറാഹത്ത് വരുന്നത്. പക്ഷെ മുഹറം 10 വിഷയത്തിൽ അങ്ങനെയില്ല. വേദഗ്രന്ഥങ്ങൾ മൂസ നബിക്ക് തൗറാത്ത് അല്ലാഹു കൊടുത്തത് മുഹറം 10 ഇദ്രീസ് നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി മുഹറം 10 അത്ഭുത. ഇദ്രീസ് നബിയുടെ ആകാശ ആരോഹണം അത്ഭുതമാണ്. മരിച്ചിട്ടില്ല, ഇപ്പോഴുണ്ട്, ജീവിച്ചിരിക്കുക. മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, 4 നബിമാർ ഇപ്പോഴും ജീവിച്ചിരിക്കുക. ഹയ്യാനി ഫിൽ അർളി ഖലറും വ ഇല്യാസു വ ഫിസ് സമാഇ കദാ ഇസാ വ ഇദ്രീസു. ഭൂമിയിൽ 2 പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നു. ആകാശത്തിലും 2 പേര് ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. അങ്ങനെ 2 നബിമാര് ഭൂമിയിലുണ്ട്. ഒന്ന് ഇദ്രീസ് നബി, ഒന്ന് ഇല്യാസ് നബിയാ, പിന്നെ ഖദർ നബിയാ. ആകാശത്തിലുള്ളത് ഈസ നബിയാ, ഇദ്രീസ് നബിയാ. ഭൂമിയിൽ ഖദറും ഇല്യാസും, ആകാശത്തിൽ ഈസയും ഇദ്രീസും അലൈഹിമുസ്സലാത്തു വസ്സലാം. ഖദർ നബി ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഖദർ നബി ഉണ്ടല്ലോ.
ഏകദേശം ഒരു 7500-8000 വയസ്സ് പ്രായം ഉണ്ടാവും മിക്കവാറും. ഖദർ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ്. അബുൽ അബ്ബാസ് അൽ ഖദർ ബൽ ഇബ്നു മൽക്കാൻ, അങ്ങനെയാ പേര്. ഈ 3 പേരും കൂടി കാണാതെ പഠിച്ചു വെച്ചാൽ വലിയ നേട്ടം ഉണ്ടാവുന്ന തസൂഫിന്റെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കാവോ? അബുൽ അബ്ബാസ്, ഖദർ നബിയുടെ ഒരു പേരാണിത്, അബുൽ അബ്ബാസ്. ഒന്ന് പറഞ്ഞേ, അബുൽ അബ്ബാസ്. രണ്ടാമത്തെ പേര് അൽ ഖദർ, ഖദർ എന്നും പറയും ഖിദർ എന്നും പറയും, അൽ ഖദർ. മൂന്നാമത്തെ പേര് ബൽ ഇബ്നു മൽക്കാൻ, ബൽ ഇബ്നു മൽക്കാൻ അലൈഹിസ്സലാം. അബുൽ അബ്ബാസ് അൽ ഖദർ ബൽ ഇബ്നു മൽക്കാൻ അലൈഹിസ്സലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഖദർ എന്നുള്ള പേര് തന്നെ ഐശ്വര്യ. എവിടെയെങ്കിലും വന്നു കയറി അവിടെ ഖദറാവും. ഖദർ എന്ന് പറഞ്ഞ പച്ചപിടിക്കാന്ന, പച്ചപിടിക്ക. ആ മഹാന്റെ സന്ദർശനം ഉണ്ടെങ്കിൽ ബർക്കത്തായി. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെയൊക്കെ കാണാൻ കഴിയാവുന്നത് മഹാഭാഗ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖദർ നബീനൊക്കെ കാണുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. മൂസാ നബി ഖദറിനെ കണ്ടാൽ ഖുർആനിലുണ്ട്. മഹാന്മാർക്ക് കാണാൻ കഴിയും. അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരും. അവൻ ഒരുപാട് അത്ഭുതം കാണിക്കും. ദജ്ജാൽ വരുമ്പോ ഞാൻ നബിയാണെന്നല്ല പറയാം, ഞാൻ ത്വരീഖത്തിന്റെ ഷെയ്ഖാണെന്നല്ല പറയാം. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഞാൻ ഖുതുബുസ്സമാനാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഷെയ്ഖും നബിയും അതൊക്കെ ലോകത്ത് വന്നു. ഇനി ഒരാൾ വരാൻ പോണത് അള്ളയാണെന്നും പറഞ്ഞുകൊണ്ടാ വരാം. അങ്ങനെയുണ്ടല്ലോ വ്യാജ ഷെയ്ഖുമാരൊന്നുണ്ട്. ഞാൻ ഔലിയാന്ന് പറഞ്ഞു വന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നബിയാണെന്ന് പറഞ്ഞു വന്ന മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി ഉണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ട്. ദജ്ജാൽ വരുന്ന നബിയും ഔലിയ ഒന്നുമല്ല, അതിന്റെ മുകളിലേക്ക് പിടിച്ച മൂപ്പര് ഞാൻ അല്ലയാ അങ്ങനെ പറഞ്ഞവരാ. എന്താ കാര്യപ്പതിന്? ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കും. യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അങ്ങനെ ഇരിക്കെ അത്ഭുതം കാണിക്ക. ഇങ്ങനെ മരിച്ചവരെ ഒരാളങ്ങോട്ട് പിടിക്കുക, 2 പിളർപ്പാക്ക, എന്നിട്ട് അയാളങ്ങോട്ട് കൊന്നിട. അപ്പൊ തന്നെ അയാളങ്ങോട്ട് എടുക്ക, വീണ്ടും കൂട്ടി യോജിപ്പിക്ക, ഒന്നങ്ങോട്ട് തലോടി വിട. അങ്ങനെയാണ് ദജ്ജാൽ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഒരാളെ പിളർപ്പാക്കാൻ കിട്ടും. പിളർപ്പാക്കും, പിളർപ്പാക്കിയിട്ട് രണ്ടാമത് കൂട്ടും. രണ്ടാമത് കൂട്ടിക്കഴിയുമ്പോൾ അയാൾ വീണ്ടും പുനർജീവിതത്തിലേക്ക് വരും. മൂന്നാമത് അയാളെ ഒന്നുകൂടി പിളർപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ദജ്ജാൽ പറയും ഞാനൊന്ന് പിളർപ്പാക്കി നോക്കട്ടെ. പിളർപ്പാക്കാൻ നോക്കുമ്പോ മൂന്നാമത് പിളർപ്പാവൂല. ദജ്ജാലിന്റെ ശക്തി കുറയും. ദജ്ജാൽ അയാളെ വീണ്ടും ഒന്നുകൂടി പിളർത്താൻ നോക്കുമ്പോ പിളരണില്ല. ആ മനുഷ്യനാണ് അൽ ഖദർ എന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട്. അത്രത്തോളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഖദർ മഹാനായ ഈസാ നബിയുടെയും ഇമാം മഹ്ദിയുടെയും കൂടെ സഹായമായി ഉണ്ടാകുന്ന ഖദർ. അതുപോലെ തന്നെ ഇദ്രീസ് നബി ആകാശത്തിൽ അത്ഭുതമാണ്, ഇബാദത്തായി ഇപ്പോഴും. ഇദ്രീസ് നബിക്ക് ആ പദവി കിട്ടിയത് മുഹറം 10 ആകാശത്തിൽ ഉയർത്തപ്പെട്ട് മഹാനവറുകൾ 4 ആകാശത്തിലുണ്ടെന്നാ പറയുന്നത്. മഹാനവറുകൾ അവിടെയുണ്ടേ. മഹാനവറുകൾക്ക് അല്ലാഹു ആ മഹത്തായ പദവി നൽകിയത് മുഹറം 10. മഹാനായ യൂസുഫ് നബിക്ക് ജയിൽ മോചനം കിട്ടിയത് മുഹറം 10. 5 കൊല്ലം ജയിലിൽ കിടന്നു. അപ്പോഴുണ്ട് ഒരു സ്വപ്നം കാണാണ് കൂടെയുള്ള ആള്. സ്വപ്നത്തിൽ പറയുന്നു ഇന്നാലിന്ന കാര്യങ്ങൾ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. സ്വപ്നം വ്യാഖ്യാനിച്ച പോലെ പുലർന്നു. കൊട്ടാരത്തിലേക്ക് ജോലി കിട്ടിയ ആ സ്വപ്നം കണ്ട ആള് പോകുമ്പോ പറഞ്ഞു ഉദ്കുർനി ഇൻദ റബ്ബിക, അവിടെ ചെല്ലുമ്പോ എന്നെ മറക്കണ്ട, എന്നെ ഓർത്തോളണം. എന്റെ കാര്യം നിന്റെ യജമാനനായ രാജാവിനോട് പറഞ്ഞിട്ട് എന്റെ ജയിൽ മോചനം നീ നേടിത്തരണേ. യൂസുഫ് നബി ആ ജയിൽ പുള്ളിയോടത് പറയാൻ പാടില്ലായിരുന്നു. മഹാനവറുകളുടെ പദവി വെച്ച് അങ്ങനെയുള്ളവരോടൊന്നും അത് പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ ആ റേഞ്ച് മഹാനവറുകൾ ഒരു നിമിഷം മറന്നു. അപ്പോഴാണ് പറഞ്ഞത് ഉദ്കുർനി ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്തും എന്നെ ഓർക്കണേന്ന്. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ജയിലിൽ കിടന്ന 5-ാം കൊല്ലത്തിലാണ്. ഉദ്കുർനി ഇൻദ റബ്ബിക ഒന്ന് വിരല് മടക്കി എണ്ണി നോക്കിയ 12 അക്ഷരമുണ്ട്.
നീ യാ ഉണ്ട് നീ റി ദ റ ബി ക 12 അക്ഷരമാണ്. 12 അക്ഷരം എന്നത് 12 വർഷമാണ്. യൂസുഫ് നബീനെ ജയിലിൽ 7 കൊല്ലവും കൂടി കിടന്നേ പറ്റൂ. അള്ളാഹുവിന്റെ തീരുമാനമതാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ശകാരം വന്നതിന്റെ അറിവ് എത്തിച്ചു കൊടുത്തു, വഴി അറിയിച്ചു കൊടുത്തു. യൂസുഫ് നബി കരഞ്ഞു. അള്ളാഹുവേ പറ്റിപ്പോയി അല്ലാഹ്, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ നിന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മുജാഹിദ് പറയും പോലുള്ള പറച്ചിലല്ല കേട്ടത്. മഹാന്മാരായ അമ്പിയാക്കൾ അവര് മറ്റുള്ളവർ ചെയ്യുന്ന നല്ലതെന്ന് പറയാവുന്നത് മിക്കവാറും അമ്പിയാക്കൾക്ക് നല്ലതല്ല. അങ്ങനെയുണ്ട്. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്നാണ് തത്വം. നമുക്കൊക്കെ ചിലത് നല്ലതെന്ന് തോന്നും, പക്ഷേ അത് പടച്ചവനോട് കൂടുതൽ അടുത്ത ആളുകൾക്ക് നല്ലതല്ല, അവർക്ക് തെറ്റായ സംഭവിക്കാം. യൂസുഫ് നബിയുടെ റേഞ്ചില് ആ ജയിൽ പുള്ളി അയാളുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നബിയല്ലേ, നബിയുടെ ഒരു റേഞ്ചിൽ നിന്ന് സംസാരിച്ച് ആ പദവി മറന്നു. 12 കൊല്ലം പിന്നെ ജയിലിൽ വാസം പൂർണ്ണമായി. അത് കഴിഞ്ഞ് പുറത്തു വരാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചത് മുഹറം 10. യൂസുഫ് നബി പുറത്തു വന്നത് മുഹറം 10. ഞാൻ വിശദീകരിക്കുന്നില്ല, അവസാനിപ്പിക്കട്ടെ. മുഹറം 10 കുറിച്ച് ഒരുപാട് കേട്ടല്ലോ. ആ ദിവസത്തെ ആദരിച്ചാൽ അള്ളാഹു ഹിദായത്ത് നൽകും. ഒരു സംഭവം പറയാം. സയ്യിദുൽ ബക്കരി കുറിക്കുകയാണ്, ഒരു ഫഖീറായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ ഫഖീറായ മനുഷ്യനും കുടുംബവും നല്ല ഇസ്ലാമികമായ ജീവിതമാണ്. ഒരൊറ്റ സുന്നത്ത് നോമ്പും അവർ കളയൂല. മുഹറം 10 വന്നാൽ പ്രത്യേകിച്ച് ഒരു വർഷം ആ ഫഖീറായ മനുഷ്യൻ മുഹറം 10ന്റെ നോമ്പെടുക്കാൻ നേരം കൊച്ചുമക്കളുള്ള വീടാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള്, ചെറിയ മക്കള് എല്ലാവരും ആ മുഹറം 10ന്റെ അന്നത്തെ സുന്നത്ത് നോമ്പെടുത്തു. കുടുംബം പട്ടിണിയാണ്. ഫഖീറായ മനുഷ്യൻ റോട്ടിലേക്ക് ഇറങ്ങി. അവർക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാൻ ഒന്നുമേ ഇല്ല, പട്ടിണിയാ. ആ മനുഷ്യൻ രാവിലെ തന്നെ ഇറങ്ങി. നോമ്പ് തുറക്കാൻ നോമ്പിൽ വായക്ക് വന്നിരിക്കുന്ന ചവർപ്പിൽ ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ട് മധുരം നുകർന്നൊന്ന് നോമ്പ് തുറക്കാൻ. കുഞ്ഞു മക്കളുള്ളതല്ലേ, എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. ഫലമജിദ് ഷൈആ, ഒന്നും കിട്ടിയില്ല. ആരും ഒന്നും കൊടുത്തില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ മഹാനായ ആ സൂഫിയായ മനുഷ്യൻ സിർഫ് പട്ടണത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ റജുലൻ മുസ്ലിമാ, കാഴ്ചയില് നല്ല ഇസ്ലാമിക രൂപമുള്ള തൊപ്പി വെച്ച, താടി വെച്ച, നിസ്കാരത്തഴമ്പുള്ള നല്ലൊരു മുസ്ലിമായ മനുഷ്യനെ കണ്ടു. അയാളാവട്ടെ ഒരു കച്ചവടക്കാരനാണ്, വലിയ പണക്കാരനാ. മൂപ്പരുടെ ബിസിനസ് സ്വർണമാണ്. സ്വർണവും വെള്ളിയൊക്കെ വിൽക്കുന്ന ഒരു വലിയ കച്ചവടക്കാരനെ കണ്ടത്. അന്ന് ജ്വല്ലറിയുടെ ഇന്ന് കാണുന്ന സെറ്റപ്പ് ഒന്നുമില്ല. ഇദ്ദേഹം ആ സ്വർണം വിൽക്കാൻ റോഡരികിൽ നിരത്തി വെക്കാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ വിലപിടിപ്പുള്ള അദ്ദേഹത്തിന്റെ വിരിപ്പ് അദ്ദേഹത്തിന്റെ കച്ചവടശാലയിൽ അദ്ദേഹം വിരിച്ചു. എന്നിട്ടോ സ്വർണവും വെള്ളിയും കൂമ്പാരം കെറ്റി ആ വിലപിടിപ്പുള്ള വിരിപ്പ് നിറച്ച് കൂമ്പാരം കെറ്റി. നല്ല പണക്കാരനാ, അപ്പൊ എനിക്ക് എന്തേലും തന്നാൽ അദ്ദേഹത്തിനൊരു കുറവുണ്ടാവൂല, വലിയ പണക്കാരനല്ലേ. ഈ ഫഖീറായ മനുഷ്യനാ സ്വർണ വ്യാപാരിയായ മുസ്ലിമിന്റെ മുന്നിലേക്ക് ചെന്നു. വസല്ലമ അലൈഹി, നല്ലോണം സലാം പറഞ്ഞു. സലാം അതിലും നന്നായിട്ട് മടക്കി. എന്നിട്ട് പറഞ്ഞു, യാ സയ്യിദ്, പ്രിയപ്പെട്ടവരെ, ഓ പ്രിയപ്പെട്ട യജമാനനെ, അന ഫഖീർ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ലഅല്ല അൻ തുഖ്രിളനി ദിർഹമൻ വാഹിദാ, എനിക്കൊരു ദിർഹം കടം തരുമോ? വെറുതെ വേണ്ട, കടം തരുമോ?
കടം തരുമോ? എന്തിനാണത്? അസ്തരീബിഹി ഫുതൂറൽ ലിഅയാലി, എന്റെ കുടുംബത്തിന് വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങാനാ. കേട്ടിട്ടുണ്ട് ഇത് മുമ്പ്? കടായിട്ട് ചോദിച്ചു, കടം ചോദിച്ചു. മാത്രവുമല്ല, കടം തന്നതിന്റെ പേരിൽ തിരിച്ച് കടം കൊടുത്താൽ മതിയല്ലോ, വീട്ടിയാൽ മതിയല്ലോ. എനിക്ക് നോമ്പ് തുറക്കാൻ, എന്റെ കുടുംബത്തിന് നോമ്പ് തുറക്കാൻ ഒരു ദിർഹം കടം തന്നാൽ, വാദുലക, ഇന്നത്തെ ഈ മഹത്തായ ദിവസം, ഫിഹാദൽ യൗമി, ഈ പവിത്രമായ മുഹറം 10 ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ഞാൻ ദുആ ചെയ്യാം. ഒരു ദിർഹം കടം തരുമോ എന്ന് ചോദിച്ചു. ഫവല്ലാ ബിവജ്ഹിഹി അൻഹു, ഈ മുതലാളി സ്വർണ്ണ കച്ചവടക്കാരനായ മുസ്ലിം മുഖം തിരിച്ചു. വലം യുഅ്തിഹി ശൈആ, ഒന്നും കൊടുത്തില്ല. ഫറജഅൽ ഫഖീർ വഹുവ മക്സൂറുൽ ഖൽബി, ഖൽബ് പൊട്ടിയ ഒരു മുസ്ലിമിന്റെ രൂപവും കോലവുമുണ്ട്. വല്ലാത്ത പ്രതീക്ഷയിലാ ഞാൻ അവിടെ എത്തിയത്. ഞാൻ സൗജന്യമായി ചോദിച്ചതല്ല, ഒരു ദിർഹം കടം തരുമോ എന്ന് ചോദിച്ചു. എന്റെ ആത്മാർത്ഥമായ മനസ്സോടുകൂടെ ഞാൻ ഇന്ന് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ എന്നെ പരിഗണിച്ചില്ലല്ലോ. മനസ്സ് പൊട്ടി കരഞ്ഞു പോയി. വവല്ലാ, അദ്ദേഹം തിരിഞ്ഞു നടന്നു. ഒരുപാട് വട്ടം കണ്ണുനീര് തുടച്ചു. എന്നിട്ടും കരഞ്ഞു പോവാ, എന്റെ പൊന്നുമക്കൾക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. നടന്നു, അവശനായി. ഈ കാഴ്ച ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കായി കച്ചവടക്കാരന്റെ മുന്നിൽ ചെന്ന് ദിർഹം കടം ചോദിച്ചപ്പോ കൊടുക്കാതെ മുഖം തിരിച്ച് പറഞ്ഞയച്ചത് ദൂരെ നിന്നുകൊണ്ട് കണ്ടുനിന്നു ഈ സ്വർണ്ണ കച്ചവടക്കാരന്റെ അയൽവാസിയായ ജൂത സഹോദരൻ. മുസ്ലിമായിട്ടില്ല കേട്ടോ, ജൂത സഹോദരൻ. ആ നാട്ടുകാരനായ ഈ സ്വർണ്ണ കച്ചവടക്കാരന്റെ അയൽവാസി ഇത് കണ്ടു. വകാന യഹൂദിയ, ജൂതനാണ് ആ കണ്ട ആള്. ഫനസല ഖൽഫൽ ഫഖീരി, കരഞ്ഞ കവിളിൽ നിന്നും കണ്ണുനീര് തുടച്ചു പോകുന്ന ഫഖീറായ ആ നോമ്പുകാരന്റെ പിന്നാലെ അയൽവാസിയായ സ്വർണ്ണ കച്ചവടക്കാരന്റെ അയൽവാസിയായ ജൂത സഹോദരൻ പിന്നാലെ കൂടി. എന്നിട്ടോ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ജൂത സഹോദരൻ തോളിൽ തട്ടി വിളിച്ച് അങ്ങോട്ടായി കരഞ്ഞുകൊണ്ട് പോകുന്നത്, ആ സ്വർണ്ണ കച്ചവടക്കാരന്റെ അടുത്ത് പോയത് ഞാൻ പൂർണ്ണമായും കണ്ടിരുന്നു. ആ സ്വർണ്ണ കച്ചവടക്കാരനായ മുസ്ലിമായ സഹോദരൻ എന്റെ ഏറ്റവും അടുത്ത അയൽവാസി, എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചില്ലേ? എന്നിട്ടോ അദ്ദേഹം അങ്ങയെ നിരാശനാക്കി മടക്കി അയച്ചില്ല. എന്താ സംഭവം എന്ന് പറയോ? ഫഖീറായ മനുഷ്യൻ പറഞ്ഞു, ഖസത്തുഹു ഫീ ദിർഹമിൻ വാഹിദിൻ, ഞാൻ ഒരു ദിർഹം കടം ചോദിച്ചതാ. കടം വാങ്ങിയ ദിർഹം കൊണ്ട് എന്റെ കുടുംബത്തിന് നോമ്പ് തുറക്കുള്ള സാധനം വാങ്ങാനാ കൊച്ചുമക്കളും നോമ്പെടുത്തിരിക്കായിന്ന്. ഇന്ന് മുഹറം 10 ഫറദ്ദനി ഖൈബ, എന്നെ അദ്ദേഹം മൈൻഡ് ചെയ്തതേ ഇല്ല. അപ്പോഴുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കടം തന്നതിന്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് ദുആരക്കാം, എന്റെ കുടുംബം ദുആരക്കും, കടം തരണേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം എനിക്ക് കടം തന്നില്ല. ജൂത സഹോദരൻ ചോദിച്ചല്ല, അല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നിങ്ങൾ അല്ലാഹുവോട് ദുആരക്കുമെന്ന് പറഞ്ഞില്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? വമാഹാദൽ യൗം, ഈ ദിവസം ഏത് ദിവസ? ആ ഫഖീറായ പാവപ്പെട്ടവൻ പറഞ്ഞു, ഹാദാ യൗമു ആശുറാ, ഇന്ന് മുഹറം 10, ഇന്ന് മുഹറം 10. വദകറ ലഹു ബഅൽ ഫളായിലിഹി, മുഹറം 10ന്റെ കുറേ ശ്രേഷ്ഠതകൾ ജൂത സഹോദരന്റെ മുന്നിൽ ഫഖീറായ മനുഷ്യൻ പറഞ്ഞു. ഫനാവലഹുൽ യഹൂദിയു 10 ദറാഹിം, ഒരു ദിർഹം കടം ചോദിച്ചു പോയവന്, ഈ ഫഖീറായ മനുഷ്യന് കഥകൾ മുഴുവൻ കേട്ട ആ സ്വർണ്ണ കച്ചവടക്കാരന്റെ അയൽവാസിയായ ഈ ജൂത സഹോദരൻ 10 ദിർഹം കൊടുത്തു. കടമായിട്ടല്ല, സൗജന്യമായി 10 ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുദ് ഹാദിഹി, ഇത് വാങ്ങണേ, വഅൻഫിഖ്ഹാ അലാ അയാലിക, കുടുംബത്തിന് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണേ. ഇക്റാമൻ ലിഹാദൽ യൗം,
ഇന്നത്തെ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാ ഞാനിത് തരുന്നത്. ഫക്കീറായ മനുഷ്യന് സന്തോഷായി, അതും വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി. ജൂത സഹോദരന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഒരു ഈമാന്റെ അലാമത്തുകളൊക്കെ വന്നു തുടങ്ങി. ജൂത സഹോദരൻ അദ്ദേഹത്തിന്റെ വഴിക്കും അങ്ങോട്ടും പോയി. ഫക്കീറായ മനുഷ്യൻ 10 ദിർഹവും വാങ്ങിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പഠിച്ചു വെച്ചോ, മുഹറം 10 അന്ന് കുടുംബത്തിന് നല്ല ഭക്ഷണം ഒരുക്കല് പ്രത്യേക സുന്നത്താ. ഈ ഫക്കീറായ മനുഷ്യൻ ആ സുന്നത്തിന് വേണ്ടി നോമ്പുതുറ സുഭിക്ഷമാക്കി നല്ല ഭക്ഷണം കൊടുത്തു. ഭക്ഷണം സൽക്കാരവും നോമ്പുതുറയൊക്കെ കഴിഞ്ഞിട്ട് ഫലമ്മാ കാനല്ലയിൽ, രാത്രി ഉറങ്ങിയപ്പോൾ ഫക്കീറായ മനുഷ്യൻ കുറെ ദിവസം എത്തി ഭക്ഷണം കഴിച്ചതിന്റെ വിശപ്പടക്കിയ സുഖമായ ഉറക്കം കിട്ടി. ദിർഹം ചോദിച്ചു ചെന്നപ്പോ കടം കൊടുക്കാതെ ആട്ടിപ്പറഞ്ഞയച്ച മുസ്ലിമായ മനുഷ്യനും ഈ രാത്രിയിൽ അയാളുടെ വീട്ടിൽ ഉറങ്ങാണ്. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. ആ സ്വർണ്ണ കച്ചവടക്കാരന് ഉറക്കം കിട്ടുന്നില്ല. അയാൾ ഇങ്ങനെ കണാന്നിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കാം. അങ്ങനെ ഇരിക്കെ പതുക്കെ ഒരു മയക്കം കിട്ടി. അതിൻ്റെ അകത്ത് അയാൾ കണ്ട സ്വപ്നം പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്. ആര്? ഫക്കീറായ മനുഷ്യൻ ദിർഹം ചോദിച്ചു തന്നപ്പോ തരൂല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച ആ മുസ്ലിമായ കച്ചവടക്കാരൻ ആ രാത്രി അയാളും സ്വപ്നം കാണാണ്. പേടിപ്പെടുത്തുന്ന സ്വപ്നം. ഖിയാമത്ത് നാളായി ഇപ്പൊ കാണുന്ന സ്വപ്നം. ആ ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുക. ശക്തമായ ദാഹം, ശക്തമായ അടങ്ങേറുകൾ, ഖിയാമത്ത് സംഭവിക്കുക. വിയർക്കാണ്, സ്വപ്നം കാണാണ്. സ്വപ്നത്തില് സ്വർണ്ണ കച്ചവടക്കാരൻ ഖിയാമത്ത് നാളിന്റെ ഭയവിഹുലമായ അവസ്ഥയിൽ കിടന്ന് ഞെരിപിരി കൊള്ള. അപ്പോഴുണ്ട് അയാളുടെ സ്വപ്നത്തിൽ അതാ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണാണ് ഒരു പളുങ്ക് കൊട്ടാരം, വെളുത്ത മുത്തിന്റെ രത്നത്തിന്റെ ഒരു കൊട്ടാരം കാണാണ്. അതിന്റെ വാതിലുകൾ മാണിക്യമാ, ചുമന്ന മാണിക്യമാ. ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിക്കുന്നു. അതിന്റെ ഭയവിഹുലമായ അവസ്ഥയിൽ ഇടങ്ങേറുകൾ, ദാഹമുണ്ട്. കൺമുന്നിലിതാ ഖിയാമത്തിന്റെ ഭയവിഹുലമായ അവസ്ഥയിലും അയാൾ ചുവന്ന മാണിക്യത്തിന്റെ കവാടങ്ങളുള്ള ഒരു വെളുത്ത മുത്തിന്റെ കൊട്ടാരം കണ്ടു. അവിടെ കുറെ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാര് വെള്ളവുമായി നിൽക്കുകയാണ്. പക്ഷേ ഈ സ്വർണ്ണ കച്ചവടക്കാരൻ വെള്ളം ചോദിച്ചിട്ട് സ്വപ്നത്തിലതാ വെള്ളം കൊടുക്കുന്നില്ല. അപ്പൊ ചോദിച്ചതെന്താ? ഈ ഖിയാമത്ത് നാളിന്റെ ഭയവിഹുലമായ അവസ്ഥയിൽ ഒരാൾ കിടന്ന് വയർക്കുമ്പോ കുടിക്കാനുള്ള വെള്ളവും കൈ പിടിച്ചിട്ട് നിങ്ങളെന്താ വീട്ടുകാരെ ഞാൻ വെള്ളം ചോദിച്ചിട്ട് വെള്ളം തരാത്തത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഈ വീട്ടുകാരല്ല, ഞങ്ങൾ ഈ വീടിന്റെ ഈ കൊട്ടാരത്തിന്റെ കാവൽക്കാരാണ്. ഈ കൊട്ടാരം ഇന്നലെ വരെ നിന്റേതായിരുന്നു. ഈ കൊട്ടാരം ഇന്നലെ വരെ നിന്റേതായിരുന്നു. പക്ഷേ നിന്റെ മുന്നിൽ ഒരു ഫക്കീറായ മനുഷ്യൻ ഇന്ന് പകല് വന്നപ്പോ നീ അയാളെ ആട്ടി ഓടിച്ചില്ലേ? അയാള് മനസ്സ് പൊട്ടി കരഞ്ഞു പോയില്ലേ? ആ സമയത്ത് അല്ലാഹു ഈ കൊട്ടാരം നിന്റെ പേരിൽ നിന്നങ്ങ് മാറ്റി. ഈ കൊട്ടാരം മുഴുവനും നിന്റെ പേര് എഴുതി വെച്ചിരുന്നു. മുഹിയസ്മുക, നിന്റെ പേര് ഇതിൽ നിന്നും അല്ലാഹു മാച്ച് കളഞ്ഞു. എന്നിട്ട് ഇന്ന് മുതൽ ഈ കൊട്ടാരം നിന്റെ അയൽവാസിയായ ജൂതന്റെ പേർക്ക് അല്ലാഹു എഴുതി കൊടുത്തു. അതുകൊണ്ട് നിന്റെ കൊട്ടാരാണെങ്കിലേ നിനക്ക് വെള്ളം തരുള്ളൂ. ഇത് നിന്റെ കൊട്ടാരല്ല, നിനക്ക് ഇവിടുന്ന് വെള്ളമില്ല. അപ്പൊ ജൂതനായ സഹോദരന് കൊട്ടാരം എഴുതി കൊടുക്കാൻ കാരണമുണ്ടോ? നീ അതും കൂടി അറിഞ്ഞോ? ജൂത സഹോദരൻ 10 ദിർഹമിന് ഈ കൊട്ടാരം അങ്ങോട്ട് വാങ്ങി. നീ അതിന് 1 ദിർഹം വിലയാ അല്ലാഹു നിന്റെ മുന്നിൽ വെച്ചത്. 10 ദിർഹമിന് ജൂത സഹോദരൻ നിന്റെ അയൽവാസി ഈ കൊട്ടാരം ഇന്ന് പകല് വാങ്ങി. ഫക്കീറായ മനുഷ്യനാ ആ 10 ദിർഹം കൊടുത്തത്. അതുകൊണ്ട് നിനക്കിവിടെ വെള്ളോല. ഈ മുസ്ലിമായ സ്വർണ്ണ കച്ചവടക്കാരൻ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. പിന്നെ നേരം വെളുപ്പിച്ചത് ഒരു പ്രകാരം. അയാള് നേരം വെളുക്കണവരെ പറഞ്ഞുകൊണ്ടിരുന്നു, ബിൽ വൈലി വസ്സുബൂർ,
പടച്ചോനെ എന്തോ ഒരു നാശം, എന്തോ ഒരു കഷ്ടം, പറ്റിപ്പോയി അല്ലാ, എനിക്ക് അബദ്ധം പറ്റി അല്ലാ. നേരം വെളുപ്പിച്ചു. സുബഹി കഴിഞ്ഞ ഉടനെ അയൽവക്കത്തെ ജൂതന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അൻതജാരി, എടോ പ്രിയപ്പെട്ട ജൂത സഹോദര, നീ എന്റെ അയൽവാസിയല്ലേ, വലി അലൈക ഹഖ്, ഞാൻ നിനക്ക് ഒരുപാട് ഹക്ക് ചെയ്തു തരണം, നീ എനിക്കും ഒരുപാട് ഹക്ക് ചെയ്തു തരേണ്ടതാ. ഇപ്പൊ ഞാൻ വന്നത് വലി ഹാജത്തുൻ ഇലൈക്, നീ എനിക്കൊരു സഹായം ചെയ്യണം, അതിനു വേണ്ടിയാ ഞാൻ വന്നത്. ജൂത സഹോദരൻ ചോദിച്ചു, വമാഹിയ, ഞാൻ എന്തൂട്ട് സഹായ നിനക്ക് ചെയ്യേണ്ടത്? വേറൊന്നുമല്ല, തബീഉനി സവാബൽ 10 ദറാഹിം, 10 ദിർഹം നീ ഇന്നലെ കൊടുത്തത് എനിക്ക് ഇന്ന് അതിന്റെ കൂലി വിൽക്കുമോ എന്ന് ചോദിച്ചു. ഇന്നലെ നീ കൊടുത്ത ദിർഹമിന്റെ പ്രതിഫലം എനിക്ക് നീ വിൽക്കോ? നീ വിൽക്കുമെങ്കിൽ ഞാൻ നിനക്ക് തരാം, 100 ദിർഹം തരാം. ഫക്കീറായ മനുഷ്യന് ദിർഹം കൊടുത്ത് നീ സന്തോഷിപ്പിച്ചപ്പോ നിനക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. ആ ഗുണം നീ എനിക്കായിട്ട് ഇങ്ങോട്ട് ഹദിയാക്ക്, ഞാൻ നിനക്ക് അതിന് പകരം 100 ദിർഹം തന്നേക്കാം. മനസ്സിലാവണില്ലേ? അപ്പോ അയാള് പറഞ്ഞു, ജൂതൻ പറഞ്ഞു, വല്ലാഹി വലാ ബിമിഅതി അൽഫി ദീനാർ, 100 ദിർഹമല്ല, ദിർഹമിനേക്കാളും മൂല്യം കൂടുതൽ ദീനാറിനാണ്. അന്നത്തെ കാലത്തെ ആ കണക്കനുസരിച്ച് ദിർഹം കൂട്ടാ വെള്ളിയില, ദീനാറ് കൂട്ടാ സ്വർണത്തില. 100 ദിർഹം നീ എനിക്ക് പകരം തരാം എന്നതല്ല, 100ന് പകരം നീ 100 ദിർഹമല്ല 1,00,000 ദീനാറ് തന്നാലും ഞാൻ നിനക്ക് തരൂല. 100 ദിർഹം നീ എനിക്ക് തരാന്ന് പറഞ്ഞു, 100 അല്ല 1,00,000 ദീനാറാണ് തന്നാൽ പോലും ഞാനത് തരൂല. വലൗ തലബത അൻ തദ്ഖുല മിൻ ബാബിൽ ഖസ്രി അല്ലദീ റഅയ്തഹു അൽബാരിഹ ലമ്മാ മക്കൻതുക, ഞാൻ നിനക്ക് ആ പ്രതിഫലം വിൽക്കുകയുമില്ല. അതോടൊപ്പം ഇന്നലെ രാത്രി നീ കണ്ട കൊട്ടാരമുണ്ടല്ലോ, നിന്റെ സ്വപ്നത്തിൽ നീ കണ്ട കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കൂടി ഒന്നകത്ത് കടന്നോട്ടെ എന്ന് അയൽവാസി എന്ന ബന്ധത്താൽ എന്നോട് ചോദിച്ചു വന്നാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് നിന്നെ കയറ്റുകയുമില്ല. അപ്പൊ ഈ സ്വർണ്ണ കച്ചവടക്കാരൻ ഞെട്ടിപ്പോയി. അയാൾ ചോദിച്ചു വമൻ കശഫ ലക മിൻ ഹാദ സിറിൽ മസൂൻ, സ്വപ്നം നിന്റെ മുന്നിൽ പറയാതെ ഞാൻ ഈ 10 ദിർഹമിന്റെ കൂലിയെ വില കൊടുത്ത് വാങ്ങാൻ ഇവിടെ വന്നത്, എനിക്ക് മാത്രം കാണിക്കപ്പെട്ട ആ സ്വപ്നം എങ്ങനെയാ നീ അറിഞ്ഞത്? നീ എങ്ങനെയാ എന്റെ സ്വപ്നത്തെ കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഈ ജൂത സഹോദരൻ പറഞ്ഞു, എടോ ആ സ്വപ്നം എന്നെയും അള്ളാഹു കാണിച്ചു, കൊട്ടാരം എനിക്കാണ് എന്ന് പറഞ്ഞിട്ടാ കാണിച്ചത്, അത് നിന്റെ പേരിൽ നിന്ന് മാറ്റി എന്നും പറഞ്ഞാ കാണിച്ചത്. അവിടെ വെള്ളം കുടിക്കാൻ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ കണ്ടു ഇന്നലെ രാത്രി ഇതേ സ്വപ്നം. നിനക്ക് സ്വപ്നത്തിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആ സ്വപ്നത്തിൽ വെള്ളം തന്നു. നിന്റെ പേരിൽ നിന്ന് എന്റെ പേരിലേക്ക് കൊട്ടാരം മാറ്റിയിട്ട് അതിൽ എന്റെ പേര് എഴുതി വെച്ചതാ ഞാൻ കണ്ടത്. ഞാൻ ഖിയാമത്ത് കണ്ട സ്വപ്നം, ഖിയാമത്തിനെ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ എനിക്ക് ദാഹം വന്നപ്പോ ആ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് കുടിക്കാൻ തന്നു. ഇതെന്റെ കൊട്ടാരാണെന്ന് പറയുകയും ചെയ്തു. നേരം വെളുത്ത് നീ വരുമ്പോ ആ കൊട്ടാരത്തിൽ നാളെ സ്വർഗത്തിൽ വരുമ്പോ നിന്നെ കയറ്റുകയില്ല എന്ന് പറഞ്ഞേക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നെ ഇത് കാണിച്ചത് അള്ളയാടാ. ഞാൻ നേരം വെളുത്ത സുബഹി മുതല് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഞാൻ നേരം വെളുത്തപ്പോൾ മുതൽ മുസ്ലിമാ. മുഹറം 10 ആദരിച്ചു. മുഹറം 10 ഒരു ഫഖീറായ മനുഷ്യന് സദഖ കൊടുത്തു. മുഹറം 10 സദഖ കൊടുത്താൽ ആദം സന്തതികളിലെ സ്വാലിഹീങ്ങൾക്ക് മുഴുവനും സദഖ കൊടുത്ത കൂലിയാ. മുഹറം 10 ഏതെങ്കിലും ഒരാളെ വിശപ്പടക്കിയാൽ, ഏതെങ്കിലും ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്താൽ, നമ്മുടെ മുന്നിൽ നമ്മുടെ മരണം വരെ ചോദിച്ചു വരാൻ സാധ്യതയുള്ള ആളുകൾ എത്രയോ, അവർക്ക് മുഴുവൻ കൊടുത്ത കൂലിയാ. കേട്ടോളൂ, സയ്യിദുൽ ബക്കരി പറയാൻ, ഒരു ജൂതനായിട്ട് പോലും അയാൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈമാന്റെ വെളിച്ചം കിട്ടാൻ കാരണമായ മുഹറം 10 അന്നത്തെ ആ സംഭവത്തിൽ
ജൂതന് പോലും ഹിദായത്ത് കിട്ടിയെങ്കിൽ മുഹറം 10ന്റെ മഹത്വത്തെ അറിയുന്ന മനുഷ്യന് അല്ലാഹു എത്ര കൊടുക്കുമേ ആലോചിച്ചാൽ ഒരു പിടിയുമില്ല. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫളിനി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഈ മജ്ലിസിൽ റബ്ബേ എത്തിയ സഹോദരങ്ങൾ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദൂരെ നിന്ന് നടന്നു വന്നവരുണ്ട് റബ്ബേ, ഓരോ ചവിട്ടടിക്കും നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, ഞങ്ങളുടെ നാട്ടിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മകളുടെ എക്സാം പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിലുള്ള ഒരു ഉമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ലൊരു ജോലിയുടെ സാധ്യത കൊടുക്കണേ അല്ലാ. അവരുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മകളുടെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന എല്ലാം നീ നടത്തി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ദുആ വസിയത്ത് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ സാധുവായ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ റബ്ബേ ഹലാലായ മുറാദ് ഹസ്സലാക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. റബ്ബേ പല കുടുംബങ്ങളിലും പനിയും മറ്റു അസ്വസ്ഥതകളും പ്രയാസങ്ങളുമുണ്ട്, ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും പനിയാണ് തമ്പുരാനെ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്, പരിപൂർണ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.